മാസ്റ്റർ കി അക്കാഡമിയിലെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് HSA ഫിസിക്കൽ സയൻസിൻ്റെ ഒരു ടോപ്പിക്കാണ്. അതായത് ആറ്റം മോഡലുകൾ, അറ്റോമിക് മോഡൽസ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അറ്റോമിക് മോഡൽസ് അല്ലെങ്കിൽ ആറ്റം മോഡലുകൾ. അപ്പോൾ ഈ ഒരു ആറ്റം അല്ലെങ്കിൽ കണിക എന്താണെന്ന് ആദ്യമായിട്ട് പറഞ്ഞ ആൾക്കാരെ പറ്റിയിട്ടാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. കണാദമുനി, ഡെമോക്രാറ്റസ് തുടങ്ങിയവരാണ് ആദ്യമായിട്ട് പദാർത്ഥത്തിലെ ചെറു കണങ്ങളെക്കുറിച്ച് പ്രവചിച്ചത്. ആരൊക്കെയാണ്? കണാദമുനി, ഡെമോക്രാറ്റസ് തുടങ്ങിയ രണ്ട് ആൾക്കാരാണ് ആദ്യമായിട്ട് എന്തിനെ പറ്റി പ്രവചിച്ചത്? പദാർത്ഥങ്ങളിൽ എന്ത് ഉണ്ട് എന്ന് പറഞ്ഞത്. എന്തുണ്ട് എന്ന് പറഞ്ഞത്? ചെറു കണങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞത് ആരാണ്? കണാദമുനി, ഡെമോക്രാറ്റസ് തുടങ്ങിയ ആൾക്കാരാണ്. ഓക്കെ, നോക്കാം. ഇനി അതിനുശേഷം അപ്പം ഈ രണ്ടാൾക്കാർ ഇങ്ങനെ ജസ്റ്റ് മാറ്റർ, പദാർത്ഥം എന്ന് പറയുമ്പോൾ എന്താണ്? മാറ്ററിൻ്റെ അകത്ത് ഇങ്ങനെ വളരെ ചെറിയ കണങ്ങളുണ്ട് എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. എന്നാൽ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിശദീകരണങ്ങളൊന്നും ആര് ചെയ്തില്ല? ഈ പറഞ്ഞ രണ്ടാൾക്കാരും ചെയ്തില്ല. അപ്പോൾ അതിനെ പറ്റിയിട്ട് ഒരു വളരെ നമ്മുടെ ശാസ്ത്രലോകത്തിന് അല്ലെങ്കിൽ ശാസ്ത്രത്തെ പറ്റി വളരെയധികം ആകാംക്ഷയോട് നോക്കിയിരിക്കുന്ന ആൾക്കാരിലേക്ക് ആദ്യമായിട്ട് ഇതിനെ പറ്റിയിട്ട് വളരെ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ ആളാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൺ. വളരെ നല്ലൊരു വിശദീകരണം നടത്തിയ ആളാണ് ജോൺ ഡാൾട്ടൺ. അപ്പോൾ ആറ്റത്തിനെ കണ്ടെത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്? ജോൺ ഡാൾട്ടൺ. അപ്പോൾ ആറ്റത്തിനെ കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ഇനി ആധുനിക ആറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അതായത് മോഡേൺ അറ്റോമിക് തിയറി. എന്താണ് മോഡേൺ അറ്റോമിക് തിയറി? അപ്പോൾ നമുക്കറിയാം HSAക്ക് മലയാളത്തിലാണ് നമ്മൾ പഠിക്കുന്നതെങ്കിലും ഇതിൻ്റെ എല്ലാം നിങ്ങൾക്ക് ഇംഗ്ലീഷ് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ ആ ഇംഗ്ലീഷ് കണക്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ആധുനിക അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ് ആധുനിക അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. 1808 എന്ത് ചെയ്തത്? ഇദ്ദേഹം ആധുനിക അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. വർഷം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കുക. കാരണം പ്രസ്താവന, സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എങ്കിൽ വർഷത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്. അതുകൊണ്ട് വർഷങ്ങൾ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോവുക. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് എന്താണ്? യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകൾ എന്ന് വെച്ചാൽ എന്താണ്? വെറുതെ അങ്ങ് പറയുകയല്ല, അതിന് കൃത്യമായിട്ടുള്ള ഒരു 90% എന്തുണ്ടായിരുന്നു? തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരുന്നു അദ്ദേഹം എന്ത് ചെയ്തത്? ഇങ്ങനെയുള്ള പ്രസ്താവനകൾ പുറത്തേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളായിരുന്നു ആരുടേത്? നമ്മുടെ ജോൺ ഡാൾട്ടൻ്റേത്. ഓക്കെ, ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തത്തിന് ദ്രവ്യ സംരക്ഷണ നിയമം, നിശ്ചിതാനുപാത നിയമം, ഗുണിതാനുപാത നിയമം തുടങ്ങിയവയെ തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിഞ്ഞു. അതായത് ദ്രവ്യ സംരക്ഷണ നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ദ്രവ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ എന്താണ്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ആണ് ഏതെന്ന് പറയുന്നത്? ദ്രവ്യ സംരക്ഷണ നിയമം. ഇനി നിശ്ചിതാനുപാത നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ അല്ലേ? ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ നമ്മൾ പഠിക്കുന്നതാണിത്. ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ. ഇനി മൂന്നാമത്തെ എന്താണ്? ഗുണിതാനുപാത നിയമം എന്ന് പറഞ്ഞാൽ എന്താണ്? ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഈ പറയുന്ന നിയമങ്ങളെല്ലാം നമ്മൾ +1 +2 +1 ടോപ്പിക്കുകളാണ്. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാമായിരിക്കും. അതൊന്നും വിശദീകരിക്കേണ്ട. ഇപ്പോൾ നമുക്ക് എന്താണ്? അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് ഡെഫിനിറ്റ് പ്രപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രപ്പോർഷൻ. ഇതിൻ്റെ എല്ലാം മലയാളം നോക്കിയേ. ദ്രവ്യ സംരക്ഷണ നിയമം, നിശ്ചിതാനുപാത നിയമം, ഗുണിതാനുപാത നിയമം തുടങ്ങിയ നിയമങ്ങളെ വ്യക്തമായിട്ട് വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞു എന്നാണ് പറയുന്നത്? ജോൺ ഡാൾട്ടണ് കഴിഞ്ഞു. അപ്പം നമുക്ക് ഒന്നുകൂടി നോക്കാം. ആറ്റത്തിനെ കണ്ടെത്തിയത് ആരാണ്? ജോൺ ഡാൾട്ടൺ ആണ്. ആധുനിക അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു 1808. ദെൻ
യുക്തിചിന്തയിൽ അധിഷ്ഠിതമായ കാഴ്ചപ്പാടുകളായിരുന്നു ആർക്കുണ്ടായിരുന്നത്? ജോൺ ഡാൾട്ടന് ഉണ്ടായിരുന്നത്. ഡാൾട്ടൻ അറ്റോമിക സിദ്ധാന്തത്തിന്റെ ദ്രവ്യ സംരക്ഷണ നിയമം, നിശ്ചിതാനുപാത നിയമം, ഗുണിതാനുപാത നിയമം തുടങ്ങിയവയെ തൃപ്തികരമായി വിശദീകരിക്കാൻ കഴിഞ്ഞു. ഓക്കെ അല്ലേ? അടുത്തത്, എന്നിരുന്നാലും നിരവധി പരീക്ഷണ ഫലങ്ങൾ വിശദീകരിക്കുന്നതിൽ ഈ സിദ്ധാന്തം പരിചയപ്പെട്ടു. അതായത് ഉറപ്പായിട്ട് നമുക്കറിയാം 1808 ഇദ്ദേഹം ഈ പറയുന്ന സിദ്ധാന്തം എന്ത് ചെയ്തിട്ട് കൊണ്ടുവന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ശാസ്ത്രം ഭയങ്കരമായിട്ട് വളർന്ന ഒരു സമയമല്ല, ശാസ്ത്രം എന്നല്ല ശാസ്ത്ര സാങ്കേതിക മേഖലയുടെ വലിയ വളർച്ചയുള്ള സമയമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൻ്റെ പരീക്ഷണങ്ങളിലും പ്രസ്താവനകളിലുമൊക്കെ കുറച്ചധികം തെറ്റുകൾ എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടൊരു തെളിവുകൾ ഇല്ലാതെ വന്നു. എല്ലാത്തിലുമല്ല, വളരെ കുറച്ച് കാര്യങ്ങളിൽ. അപ്പോൾ അതാണ് പറയുന്നത്, എന്നിരുന്നാലും നിരവധി പരീക്ഷണ ഫലങ്ങൾ വിശദീകരിക്കുന്നതിൽ ഈ സിദ്ധാന്തം എന്ത് ചെയ്തു? പരിചയപ്പെട്ടു. അതിൻ്റെ ഒരു ഉദാഹരണമാണ് പറയുന്നത്. ഇപ്പൊ ഗ്ലാസ് അല്ലെങ്കിൽ എബണൈറ്റ് പോലുള്ള വസ്തുക്കൾ, ഇത് നമ്മൾ സിൽക്ക് അല്ലെങ്കിൽ പട്ട് അല്ലെങ്കിൽ എവിടെയാണ് രോമത്തിൽ ഉരസുമ്പോൾ അവർ എന്ത് സംഭവിക്കുന്നു? അവർക്ക് വൈദ്യുതീകരണം, അതായത് ചാർജിങ് ഉണ്ടാകുന്നു. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് എന്താണ് സിൽക്കും അല്ലെങ്കിൽ ഗ്ലാസ് റോഡോട് ഉരസുന്ന സമയത്ത് ഒരാൾക്ക് പോസിറ്റീവ് ചാർജ് വരികയും ഒരാൾക്ക് നെഗറ്റീവ് ചാർജ് വരികയും ചെയ്യുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? പോസിറ്റീവ് നെഗറ്റീവ് ചാർജ്, അതാണ് വൈദ്യുതീകരണം, ചാർജ് എന്തുകൊണ്ട് ഉണ്ടാകുന്നു? അങ്ങനെയുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ ആർക്ക് കഴിഞ്ഞില്ല? നമ്മുടെ ജോൺ ഡാൾട്ടന് കഴിഞ്ഞില്ല. ഓക്കെ അല്ലേ? ഇനി പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. എന്താണ്? കുറേ കാര്യങ്ങൾ പറഞ്ഞതിൽ കൃത്യമായിട്ട് ഇപ്പം നമുക്ക് ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു കണ്ടുപിടുത്തം നടത്തുകയാണ്. അപ്പം ഞാൻ വെറുതെ അങ്ങ് പറഞ്ഞാൽ മതി ഇങ്ങനെയാണ് ഈ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇല്ല. ഉറപ്പായിട്ടും ഞാൻ ആ പറഞ്ഞ കാര്യത്തിനൊരു സയൻറ്റിഫിക് ബാക്ക്ഗ്രൗണ്ട് കൃത്യമായിട്ടും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ അതിനൊരു റെഫറൻസ് ഉണ്ടായിരിക്കണം, അല്ല ഞാൻ എവിടെ നിന്നാണ് ഇങ്ങനെ ഒരു ഡേറ്റ കളക്ട് ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഭയങ്കരമായിട്ടുള്ള എന്താ ഒരു ബാക്ക്ഗ്രൗണ്ട് എവിടെ ഇല്ലായിരുന്നു, ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു പിൻബലം ആർക്കില്ലായിരുന്നു? ജോൺ ഡാൾട്ടൻ്റെ പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചുരുക്കി പറഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ ഈ 2 പോയിന്റ് ആക്ച്വലി എന്താണ്? നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ പോരായ്മകളാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിനുള്ള എന്തായിരുന്നു? പോരായ്മകളാണ് ഇപ്പോൾ ഈ പറഞ്ഞ 2 പോയിന്റുകൾ. കൃത്യമായോ? അപ്പോൾ നോക്കുക, എന്താണ് നമ്മൾ പറഞ്ഞത്? നമ്മൾ പറഞ്ഞ 2 പോരായ്മകൾ ഇതാണ്. എന്താണ്? നിരവധി പരീക്ഷണ ഫലങ്ങൾ വിശദീകരിക്കുന്നതിൽ ഈ സിദ്ധാന്തം എന്ത് ചെയ്യപ്പെട്ടു? പരാജയപ്പെട്ടു. അതോടൊപ്പം തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങളുടെയോ ശാസ്ത്രീയമായ തെളിവുകളുടെയോ പിൻബലം ഉണ്ടായിരുന്നില്ല. ഇത് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വർക്കുകളുടെ എന്തായിരുന്നു? പോരായ്മകളായിരുന്നു. ഓക്കെ, ശരി. ഇനി അടുത്തത് നോക്കുക. ഇപ്പം നമ്മൾ പറഞ്ഞു അദ്ദേഹം 1808 അദ്ദേഹം എന്ത് ചെയ്തു? അറ്റോമിക സിദ്ധാന്തം കൊണ്ടുവന്നു എന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. കൃത്യമായിട്ടും ഈ ഓരോ പോയിന്റുകളും നിങ്ങൾ നന്നായിട്ട് പഠിച്ചു വെക്കുക. കാരണം ചിലപ്പോൾ ചോദിക്കാം, ഒരു പ്രസ്താവന ചോദ്യമായി ചോദിക്കാം, താഴെ പറയുന്നവർ ഡാൾട്ടൻ്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറയാത്തത് ഏത് എന്ന് പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. ഒന്നാമത്തെ പോയിന്റ് ഇതാണ്: എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. എവ്രി മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടൈനി പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ്. നോക്കൂ, എല്ലാ ദ്രവ്യവും, എല്ലാ പദാർത്ഥങ്ങളും, എല്ലാ മാറ്ററും നിർമ്മിച്ചിട്ടുള്ളത് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ആറ്റങ്ങൾ എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. മനസ്സിലായല്ലോ? ശരി. ഇനി രണ്ടാമത്തെ പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ ആറ്റം ഈസ് ഇൻഡിവിസിബിൾ. ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? വിഭജിക്കാൻ. ഇൻഡിവിസിബിൾ ആണ്. ആറ്റം ഈസ് എന്താണ്? ഇൻഡിവിസിബിൾ ആണ്. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ആറ്റം ക്യാൻ ബി നെയ്തർ ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സെൻറ്റൻസ് ആണിത്. ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പുതുതായിട്ട് നമുക്ക് നിർമ്മിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെ ഉള്ള ആറ്റത്തെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നശിപ്പിക്കാനും സാധ്യമല്ല. അപ്പൊ നോക്കിക്കേ, രണ്ടാമത്തെ പോയിന്റ് എന്താണ്? ഓക്കെ അല്ലേ? രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ എന്തല്ല? സാധ്യമല്ല. ക്ലിയർ ആണല്ലോ? ശരി.
മൂന്നാമത്തെ പോയിന്റിലേക്ക് നമുക്ക് നോക്കാം. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലുപ്പത്തിലും മാസിലും സമാനമായിരിക്കും. അതിൻ്റെ എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പോയിന്റ് പറയുന്നത്? ദ ആറ്റംസ് ഓഫ് ആൻ ഐഡന്റിക്കൽ എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ആറ്റം ഓഫ് ദ സെയിം എലമെന്റ് ഹാവ് ഐഡന്റിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. ഇതിനകത്ത് അനേകം ഹൈഡ്രജൻ ആറ്റങ്ങൾ ചേർന്നായിരിക്കാം ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റ് വന്നത്. ഈ ഹൈഡ്രജൻ എന്ന് പറയുന്ന ഒരു എലമെന്റിനകത്തുള്ള എല്ലാ ആറ്റങ്ങൾക്കും എന്തായിരിക്കും? ഒരേ മാസും ഒരേ വലിപ്പവും അതുപോലെ തന്നെ ഒരേ ഗുണങ്ങളും ഒരേ പ്രോപ്പർട്ടികളുമായിരിക്കും. ഓക്കെ, അതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലുപ്പത്തിലും മാസിലും എന്തായിരിക്കും? സമാനമായിരിക്കും, ഒരുപോലെ ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി നാലാമത്തെ പോയിന്റ് നമുക്ക് നോക്കാം. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. എന്താണ്? ഇനി ഫോർ എക്സാമ്പിൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഹൈഡ്രജൻ ഉണ്ട്, അതുപോലെ തന്നെ ഓക്സിജൻ ഉണ്ട്. ഇപ്പം ഹൈഡ്രജൻ്റെ ആറ്റത്തിൻ്റെ സൈസോ അല്ലെങ്കിൽ മാസോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോപ്പർട്ടിയോ ആയിരിക്കും ഓക്സിജന്റെ ആറ്റങ്ങൾ കാണിക്കുന്നത്? അല്ല. അതായത് ഡിഫറെൻറ്റ് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെന്റ് ഹാവ് ഡിഫറെൻറ്റ് പ്രോപ്പർട്ടീസ്. അതാണ് പറഞ്ഞിരിക്കുന്നത്. വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളുമായിരിക്കും എന്ത് ചെയ്യുന്നത്? കാണിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇപ്പം നമ്മൾ 4 പോയിന്റ് പറഞ്ഞു. ഇനി ശേഷം നമ്മൾ 5ാമത്തെ പോയിന്റിലേക്ക് പോവുകയാണ്. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ആറ്റം ഈസ് ദ സ്മോളസ്റ്റ് പാർട്ടിക്കിൾ വിച്ച് ടേക്കിംഗ് പാർട്ട് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുന്ന ഏറ്റവും ചെറിയ ആളാണ് ആര് എന്ന് പറയുന്നത്? ഒരു ആറ്റം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഓക്കെ, അടുത്തത് 6ാമത്തെ അവസാനത്തെ പോയിന്റ് നമുക്ക് നോക്കാം. ഓക്കെ, 2 അതിലധികമോ മൂലകങ്ങളുടെ അംഗങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അപ്പം എന്താണ്? 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങളാണ് കേട്ടോ ഇത്, ആറ്റങ്ങൾ. ഓക്കെ, അപ്പം എന്താണ്? 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ എന്താണ്? ഇപ്പം ഹൈഡ്രജൻ, 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കൂടി ചെയ്യുമ്പോഴാണ് നമുക്ക് ആരെ കിട്ടുന്നത്? വാട്ടർ എന്ന് പറയുന്ന ഒരു സംയുക്തത്തെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ നോക്കി, 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ, ലളിതം എന്ന് വെച്ചാൽ സിമ്പിൾ ഹോൾ നമ്പർ റേഷ്യോ. ഇപ്പോൾ ഇവിടെ 2:1, 2 ഹൈഡ്രജന് 1 ഓക്സിജൻ എന്നുള്ള രീതിയിൽ കമ്പൈൻ ചെയ്തപ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുന്നത്? സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ 5 പോയിന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയേ. എല്ലാ ദ്രവ്യവും നിർമ്മിച്ചിട്ടുള്ളത് ആറ്റങ്ങൾ എന്ന ചെറു കണങ്ങൾ കൊണ്ടാണ്. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഒരു മൂലകത്തിന്റെ എല്ലാ ആറ്റങ്ങളും ഗുണത്തിലും വലുപ്പത്തിലും മാസിലും എന്തായിരിക്കും? സമാനമായിരിക്കും. ഇനി അടുത്ത എന്താണ്? വിവിധ മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത മാസും വ്യത്യസ്ത ഗുണങ്ങളും കാണിക്കുന്നവയായിരിക്കും. രാസപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ഏതെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. 2 അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ സംയോജിച്ച് സംയുക്തങ്ങൾ ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഈ 6 പോയിന്റ് നമ്മൾ ഡാൾട്ടന്റെ അറ്റോമിക സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് പറയുമ്പോൾ തന്നെ ഒരുപക്ഷെ നിങ്ങൾക്കിത് അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. പക്ഷേ നമ്മുടെ PSCയുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മളെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അതുകൊണ്ട് കൃത്യമായിട്ടും ഓരോ പോയിന്റും വളരെ നിങ്ങൾക്കറിയാം, അതെനിക്കറിയാം, പക്ഷേ നല്ല രീതിയിൽ വായിച്ച് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഓരോ വരികൾക്കിടയിലൂടെ വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, ഇനി അടുത്ത ടോപ്പിക്ക് ഇലക്ട്രോൺ. അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന ആറ്റം മോഡൽസിനെ പറ്റിയിട്ടാണ്. അപ്പം ഒരു ആറ്റം മോഡൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ആറ്റത്തിനകത്ത് ആരൊക്കെയുണ്ട്, അതാണ് നമ്മളൊരു ആറ്റം മോഡലിനകത്ത് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ പഠിച്ചു വന്നത് ആറ്റം എന്താണ്, അല്ലെങ്കിൽ ആറ്റത്തിനെ പറ്റിയിട്ടുള്ള വിശദീകരണങ്ങൾ നടത്തിയ സയൻറ്റിസ്റ്റുകളെ പറ്റിയും അവർ കൊണ്ടുവന്ന സിദ്ധാന്തങ്ങളെ പറ്റിയും ആ സിദ്ധാന്തത്തിൽ പറയുന്ന കാര്യങ്ങളെ പറ്റിയുമാണ് നമ്മൾ ഇതുവരെ പഠിച്ചത്. ഇനി നമ്മൾ ആറ്റത്തിൻ്റെ അകത്തേക്ക് പോകാൻ പോവുകയാണ്.
അപ്പോൾ ആദ്യം ഞാൻ പഠിക്കാൻ പോകുന്ന ഒരാളെ പറ്റി നമ്മൾ പഠിക്കാൻ പോവാണ്. ശേഷം നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം. അപ്പോൾ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഇലക്ട്രോൺ. ഞാനിപ്പോൾ ഒന്നും ഇലക്ട്രോൺ ആറ്റത്തിനകത്ത് ഉണ്ടെന്നോ അല്ലെങ്കിൽ ആറ്റത്തിൽ എവിടെയെങ്കിലും ഇവിടെയാണ് ഇരിക്കുന്നതെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഇലക്ട്രോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കിൾ, ഒരു കണികയെ പറ്റി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. നോക്കാം. ഇതെല്ലാം നിങ്ങളുടെ NCERT 9ാം ക്ലാസ്സിലെ NCERT പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ്. നമ്മുടെ HSA ഫിസിക്കൽ സയൻസിന് വേണ്ടിയിട്ടുള്ള സിലബസ് പ്രകാരം നിങ്ങളുടെ പുസ്തകത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ സോഴ്സ്, നമ്മൾ എടുത്തിരിക്കുന്ന റെഫറൻസ് എല്ലാം എവിടെ നിന്നാണെന്ന്. ഓക്കെ, അപ്പോൾ നോക്കുക, ഇലക്ട്രോൺ. അപ്പോൾ ഇലക്ട്രോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇലക്ട്രോണിൻ്റെ കണ്ടുപിടുത്തത്തിനെ കുറിച്ചുള്ള ഒരു പരീക്ഷണമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. കാഥോഡ് കിരണ ഡിസ്ചാർജ് നാളികകളുടെ ഇലക്ട്രോണുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് കണികകളുടെ ധാരയായി വൈദ്യുതി പ്രവഹിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ഞാനൊരു ഡിസ്ചാർജ് ട്യൂബ് എടുത്തിരിക്കുകയാണ്. ഡിസ്ചാർജ് ട്യൂബ് എന്ന് പറഞ്ഞാൽ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന, അകത്ത് നടക്കുന്ന രാസപ്രവർത്തനം നമുക്ക് പുറത്തുനിന്ന് നോക്കിയാൽ കാണാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഡിസ്ചാർജ് ട്യൂബാണ് ഈ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തുണ്ട്, 2 ഇലക്ട്രോഡുകളുണ്ട്. 2 ഇലക്ട്രോണാണ് കേട്ടോ, ഇലക്ട്രോഡുകളുണ്ട്. ആ 2 ഇലക്ട്രോഡുകൾ ഏതൊക്കെയാണ്? ദാണ്ട, ഒരെണ്ണം കാഥോഡും ഒരെണ്ണം ആനോഡുമാണ്. നെഗറ്റീവ് ചാർജുള്ള ആളിനെയാണ് നമ്മൾ കാഥോഡ് എന്ന് പറയുന്നത്. കാഥോഡിനെ നമ്മൾ ബാറ്ററിയുടെ എന്തുമായിട്ട് കണക്ട് ചെയ്യുന്നു? നെഗറ്റീവായിട്ട് കണക്ട് ചെയ്യുന്നു. ആനോഡിനെ നമ്മൾ ബാറ്ററിയുടെ പോസിറ്റീവായിട്ട് എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് ആനോഡ്, ഇതാരാണ്? കാഥോഡ്. അപ്പോൾ നമ്മൾ കണക്ഷൻ നടത്തി. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? ബാറ്ററി ഉപയോഗിച്ച് ഒരു ഉയർന്ന വോൾട്ടേജ് നമ്മൾ എന്ത് ചെയ്യുവാണ്? ഈ പറയുന്ന ഡിസ്ചാർജ് ട്യൂബിനകത്തേക്ക് നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇവിടെ എന്തുണ്ട്? ഒരു വാക്വം പമ്പ് എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എയറിനെ സക്ക് ചെയ്ത് പുറത്തേക്ക് കളയാനായിട്ടാണ് എന്തുള്ളത്? ഒരു വാക്വം പമ്പ് ഉള്ളത്. പിന്നെ ഇതാണ്ട് ഇവിടെ നമ്മൾ ഇതാണല്ലോ ആനോഡ്. ഈ ആനോഡിൻ്റെ അകംഭാഗത്തായിട്ട് എന്തുണ്ട്? ചെറിയ രീതിയിൽ ഒരു ഫ്ലൂറസെൻസ് കൊണ്ട് ചെറിയൊരു കോട്ടിങ് ഇതാണ്ട് ഈ ഭാഗത്ത് എന്ത് ചെയ്തിട്ടുണ്ട്? കൊടുത്തിട്ടുണ്ട്. അതൊക്കെ എന്തിനാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ നോക്കിയേ, കാഥോഡ് കിരണ ഡിസ്ചാർജ് നാളികകളുടെ ഇലക്ട്രോഡുകൾക്കിടയിൽ ഉയർന്ന വോൾട്ടേജ് പ്രയോഗിക്കുമ്പോൾ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡുകളിലേക്ക് കണികകളുടെ ധാരയായി വൈദ്യുതി പ്രവഹിക്കുന്നു. അപ്പോൾ എന്താണ് ഈ പറയുന്ന? ഇങ്ങനെ നമ്മൾ ഉയർന്ന വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് താണ്ട കാഥോഡിൽ നിന്ന് എങ്ങോട്ടേക്കാണ്? ആനോഡിലേക്ക് എന്ത് പ്രവഹിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു? വൈദ്യുതി ഒഴുകുന്നതായിട്ട് നമുക്ക്, വൈദ്യുതി അല്ല, എന്തോ ഒരു ഫ്ലോ ഉള്ളതായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു? കാണാനായിട്ട് പറ്റുന്നു. അപ്പോൾ ഈ ഒരു ഫ്ലോ ഇവിടെ എങ്ങനെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് എന്തോ പോകുന്നു, ധാരയായി ഒഴുകുന്നു എന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാവുന്നത്? ദാണ്ട, ഈ പറയുന്ന ആനോഡിൻ്റെ ഭാഗത്തൊരു തിളക്കം കാണുന്നു. അപ്പോൾ ആനോഡിൻ്റെ ഭാഗത്ത് തിളക്കം വരാൻ കാരണം നമ്മളുടെ ഫ്ലൂറസെൻസ് കോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു ഭാഗത്തു നിന്ന് എന്തോ റേഡിയേഷൻ അല്ലെങ്കിൽ എന്തോ കിരണങ്ങൾ വന്ന് ഈ ഭാഗത്ത് പതിക്കുന്നത് കൊണ്ടാണല്ലോ ഇവിടെ നമ്മൾ കോട്ട് ചെയ്തിരിക്കുന്ന ആ ഫ്ലൂറസെൻസ് ആവരണം എന്ത് ചെയ്യുന്നത്? തിളങ്ങുന്നത്. അപ്പോൾ അതിന് നമുക്ക് മനസ്സിലായി, ഇങ്ങനെ ഒരു ഉയർന്ന വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് എന്തോ രശ്മികൾ വരുന്നുണ്ട്. ആ രശ്മികളെയാണ് എന്തെന്ന് വിളിച്ചത്? ഇവയെ കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചു. എന്തെന്ന് വിളിച്ചു? കാഥോഡ്. ഇവയാണ്, ഈ കാഥോഡ് കിരണങ്ങളെയാണ് എന്തെന്ന് വിളിച്ചത്? കാഥോഡ് രശ്മികൾ എന്ന് വിളിച്ചത്. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചത് എന്തിനെ പറ്റിയിട്ട് മാത്രമാണ്? എന്താണ് കാഥോഡ് രശ്മി അല്ലെങ്കിൽ കാഥോഡ് റേസ്, കാഥോഡ് കിരണങ്ങൾ എന്താണ് എന്നാണ് നമ്മളിപ്പോൾ പഠിച്ചത്. അപ്പോൾ ഒരു ഡിസ്ചാർജ് ട്യൂബിനകത്ത് നമ്മൾ ഒരു കാഥോഡ് എടുക്കുക, ആനോഡ് എടുക്കുക, അതിൻ്റെ അകത്തേക്ക് നമ്മൾ വാക്വം പമ്പ് കണക്ട് ചെയ്ത് അതിനകത്തുള്ള എയറിനെ സക്ക് ചെയ്ത് പുറത്തേക്ക്, വായുവിനെ പുറത്തേക്ക് കളയുക. ശേഷം അതിനൊരു ഉയർന്ന വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് എന്ത് പോകുന്നു? കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് ചില പ്രത്യേക കിരണങ്ങൾ, രശ്മികൾ പുറപ്പെടുന്നതായിട്ട് കാണപ്പെടുന്നു. ആ രശ്മികളെ വിളിച്ച പേരാണ് എന്ത്? കാഥോഡ് രശ്മികൾ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പറയാൻ പോകുന്നത് കാഥോഡ്, ഇപ്പം ഈ പറഞ്ഞ കാഥോഡ് രശ്മികളുടെ എന്തിനെ പറ്റിയിട്ടാണ്? സവിശേഷതകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കുക, കാഥോഡ് രശ്മികളുടെ പാതയിൽ അധാരി വസ്തുക്കൾ വെച്ചാൽ നിഴലുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ നമ്മുടെ കാഥോഡാണ്, ഇത് നമ്മുടെ ആനോഡാണ്.
അപ്പോൾ ഇതിൻ്റെ ഭാഗത്തായിട്ട് നമ്മൾ എന്ത് വെക്കുന്നു? ഈ അയനോഡിൻ്റെ ഭാഗത്തായിട്ട് നമ്മളൊരു അധാരി വസ്തു എന്ന് പറഞ്ഞാൽ ഒപ്പേക്ക്, ലൈറ്റിനെ കടത്തി വിടാത്ത ആൾക്കാർ വെച്ച് കഴിഞ്ഞു. കുറച്ച് നേരം കഴിയുമ്പോൾ ഇവിടെ എന്ത് ഫോം ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്? ആ അധാരി വസ്തുവിൻ്റെ നിഴൽ ഉണ്ടാകുന്നതായിട്ട് കാണപ്പെടുന്നു. ഇതിന് നമുക്ക് മനസ്സിലാകുന്ന കാര്യം, ഈ കാഥോഡ് രശ്മികൾ ഇതിൽ കൂടെയാണ് സഞ്ചരിക്കുന്നത്, നേർരേഖ. അപ്പോൾ നമ്മളിവിടെ പറയാൻ പോകുന്ന ഒന്നാമത്തെ പോയിന്റ് ഇതാണ്, കാഥോഡ് രശ്മികൾ ഏത് രേഖയിലൂടെയാണ്? ദേ ട്രാവൽസ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, നേർരേഖയിലൂടെ സഞ്ചരിക്കുന്ന രശ്മികളാണ് എന്തെന്ന് പറയുന്നത്? കാഥോഡ് രശ്മികൾ. ക്ലിയർ ആണോ? ഇനി അടുത്തത് രണ്ടാമത്തെ പോയിന്റ് ആണ്, കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് എന്തെന്ന് പറയുന്നത്? കാഥോഡ്, ഇതാണ് ആനോഡ്. അത് പോകുന്നതിനിടയിൽ നമ്മൾ ചെറിയൊരു ചക്രം എന്ന് പറഞ്ഞാൽ എന്താണ്? പാഡിൽ വീൽ. ഓക്കെ, ചെറിയൊരു നമ്മുടെ മൈക്ക കൊണ്ടൊക്കെ ഉണ്ടാക്കിയ ചെറിയൊരു വീല് വെച്ചിരിക്കുന്നു. കുറെ നേരം കഴിയുമ്പോൾ ഈ റേഡിയേഷൻസ് വന്ന് വീഴുന്നതിൻ്റെ ഫലമായിട്ട്, അതായത് കാഥോഡിന് എന്ത് വരുന്നുണ്ട്? കാഥോഡ് രശ്മികൾ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആ കാഥോഡ് രശ്മികൾ ഈ മൈക്ക വീൽ, ഈ ചക്രത്തിൽ വന്ന് വീഴുന്ന സമയത്ത് കറങ്ങുന്നു. അപ്പം ഇത് കറങ്ങുന്നെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ വന്ന് വീഴുന്ന കാഥോഡ് രശ്മികൾക്ക് എന്തെങ്കിലും ഒരു എനർജി അല്ലെങ്കിൽ ഒരു മാസം ഉള്ളത് കൊണ്ടായിരിക്കണമല്ലോ ഈ മൈക്ക ചക്രം എന്ത് ചെയ്യുന്നത്? കറങ്ങുന്നത്. അപ്പോൾ നോക്കിയേ, അപ്പോൾ കാഥോഡ് രശ്മികളുടെ പാതയിൽ നേർത്ത ഇതളുകളുള്ള ചക്രം വെച്ചാൽ അത് കറങ്ങുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികളിലെ കണങ്ങൾക്ക് മാസ് ഉണ്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാം. അപ്പോൾ ഈ നമ്മുടെ രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്താണ്? നമ്മുടെ കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്, ഭാരമുണ്ട്. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഇനി അടുത്തത് മൂന്നാമത്തെ പ്രോപ്പർട്ടിയാണ് അല്ലെങ്കിൽ സവിശേഷതയാണ്, കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നതായി കാണുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് നോക്കാം. ഇത് എന്താണ്? എൻ്റെ ഒരു ഡിസ്ചാർജ് ട്യൂബാണ്. കാഥോഡ് ഉണ്ട്, ആനോഡ് ഉണ്ട്. ഇവിടെ ഞാനൊരു ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുമ്പോൾ അവിടെ പോസിറ്റീവ് നെഗറ്റീവ് ഫീൽഡ് വരാം. അപ്പോൾ ഇത് നെഗറ്റീവ് പോസിറ്റീവ്. അപ്പോൾ ഈ കാഥോഡ് റേ എങ്ങോട്ടേക്കാണ് പോകുന്നത് നോക്കിയതാണ്? ഈ പോസിറ്റീവിൻ്റെ ഡയറക്ഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാവുന്ന എന്താ? ഒരു സാധനം പോസിറ്റീവിലേക്ക് അട്രാക്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെ ചാർജ് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കില്ലേ? അതായത് ഇതിനൊരു വൈദ്യുത മണ്ഡലത്തിൽ വെച്ച സമയത്ത് ഇത് പോസിറ്റീവായിട്ടുള്ള സ്ഥലത്തേക്ക് ഇത് ആകർഷിക്കപ്പെടുന്നു എന്ന് നമുക്ക് കാണാൻ പറ്റിയതിൽ നിന്ന് മനസ്സിലാവുന്ന കാര്യം എന്താണ്? കാഥോഡ് രശ്മികളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ആണെന്നാണ്. നോക്കിയേ, അതാണ് ഇവിടെ പറയുന്നത്. കാഥോഡ് രശ്മികളുടെ പാതയുടെ ഇരുഭാഗത്തുമായി വൈദ്യുത മണ്ഡലം പ്രയോഗിക്കുമ്പോൾ ഈ രശ്മികൾ പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഏത് ഭാഗത്തേക്കാണ്? പോസിറ്റീവ് ഭാഗത്തേക്ക് ആകർഷിക്കപ്പെടുന്നു. ഇതിൽ നിന്നും കാഥോഡ് രശ്മികൾക്ക് നെഗറ്റീവ് ചാർജ്, അതാണ് ഇവിടുത്തെ നമ്മുടെ ഇമ്പോർട്ടൻസ്. എന്താണ്? നെഗറ്റീവ് ചാർജ്. കാഥോഡ് റേയുടെ ചാർജ് എന്താണ്? കാഥോഡ് രശ്മികളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജ് ഉള്ളതായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഓക്കെ അല്ലേ? അപ്പം ഇതുവരെ നമ്മൾ എത്ര സവിശേഷതകൾ പറഞ്ഞു? ഒന്നാമത്തെ സവിശേഷത നമ്മൾ പറഞ്ഞ എന്താണ്? അതായത് നമ്മുടെ കാഥോഡ് രശ്മികൾ നേർരേഖയിലാണ് സഞ്ചരിക്കുന്നത്. രണ്ടാമത് പറഞ്ഞ എന്താണ്? കാഥോഡ് രശ്മികൾക്ക് എന്തുണ്ട്? മാസ് ഉണ്ട്. മൂന്നാമത് പറഞ്ഞ എന്താണ്? കാഥോഡ് രശ്മികളുടെ ചാർജ് എന്താണ്? നെഗറ്റീവ് ചാർജാണ്. ഇങ്ങനെ നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി, നെഗറ്റീവ് ആണ്. ഓക്കെ. ഇനി ഇതുപോലെ ഇപ്പം നമ്മൾ വൈദ്യുത മണ്ഡലത്തിലാണ് വ്യത്യാസം സംഭവിച്ചത്. ഇതുപോലെ കാന്തിക മണ്ഡലത്തിൽ വെച്ചാലും അവർ എന്ത് ചെയ്യുന്നുണ്ട്? അവർക്ക് അവരുടെ പാതയ്ക്ക് വ്യതിയാനമുണ്ട്. അപ്പോൾ വൈദ്യുത മണ്ഡലത്തിലാണെങ്കിലും കാന്തിക മണ്ഡലത്തിലാണെങ്കിലും അവരുടെ പാതയ്ക്ക് എന്തുണ്ട്? വ്യതിയാനം ഉണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എന്തായിട്ട് നമ്മൾ പഠിക്കുന്നത്? നമ്മുടെ കാഥോഡ് രശ്മിയെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഇത്രയും കാര്യം ക്ലിയർ അല്ലേ? അപ്പോൾ കാഥോഡ് രശ്മി എങ്ങനെയാണ് അത് ഉണ്ടായത്, ആ പരീക്ഷണം എന്താണ്, അതുമായിട്ട് ബന്ധപ്പെട്ട് കാഥോഡ് രശ്മിയുടെ സവിശേഷതകൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ. ഇനി ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. എന്താണ് ആ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം എന്ന് മനസ്സിലായോ? നമുക്കിവിടെ എന്തുണ്ട്?
നമ്മുടെ ഡിസ്ചാർജ് ട്യൂബ് ഇതല്ലേ, ഇതിനകത്ത് നമ്മളൊരു വാതകമുണ്ട്, നമ്മൾ വെറുതെ അങ്ങ് എടുത്ത് വെച്ചിരിക്കുകയല്ല, ഈ ഡിസ്ചാർജിനകത്ത് ഒരു വാതകത്തെ ഫില്ല് ചെയ്തിട്ടാണ് നമ്മൾ ഹൈ വോൾട്ടേജ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ ഹൈഡ്രജനെ മാറ്റി ഓക്സിജൻ ആക്കുന്നു, ഓക്സിജനെ മാറ്റി ഇപ്പോൾ വേറെ എന്തെങ്കിലും നൈട്രജൻ ആക്കുന്നു. ഇനി ഈ കാഥോഡും ആനോഡും എന്താണ്? മെറ്റൽ, ലോഹ കഷ്ണങ്ങളാണ്. ആ ലോഹത്തിനെ മാറ്റി വേറെ ലോഹം ആക്കിയാലും ഇതിനകത്ത് എടുത്തിരിക്കുന്ന വാതകത്തെ മാറ്റിയാലോ ഈ പുറത്തേക്ക് വരുന്ന കാഥോഡ് രശ്മികളുടെ എന്തിന് മാറ്റം വരുന്നില്ല? ഗുണങ്ങൾക്ക് മാറ്റം വരുന്നില്ല. അതാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ട്യൂബിനുള്ളിലെ വാതകത്തെയോ ഇലക്ട്രോഡുകൾ നിർമ്മിച്ചിരിക്കുന്ന ലോഹത്തെയോ മാറ്റിയാൽ ഈ രശ്മികളുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല. അതായത് കാഥോഡ് രശ്മികളിലെ, അതാണ് ഇമ്പോർട്ടൻ്റ്, നോക്കണേ, അതായത് കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. അതായത് ഒരു ഫണ്ടമെന്റൽ പാർട്ടിക്കിൾ ആണെന്ന് പറഞ്ഞു വരികയാണ്. ഇലക്ട്രോൺ എന്ന് പറയുന്നത് എല്ലാ പദാർത്ഥങ്ങളിലും ഉള്ള ഒരു കണികയാണെന്ന് നമ്മൾ പറഞ്ഞു വരികയാണ്. കാഥോഡ് രശ്മികളിലെ കണികകൾ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്നു. ഈ കണികകളാണ് ഇലക്ട്രോണുകൾ. അപ്പോൾ ഇങ്ങനെ എല്ലാ പദാർത്ഥങ്ങളിലും അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള ഈ കണികകൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇലക്ട്രോണുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കാഥോഡ് രശ്മിയിൽ നിന്നാണ് നമ്മൾ എന്തിനെ കണ്ടെത്തിയത്? ഇലക്ട്രോണുകളെ കണ്ടെത്തിയത്. ഇലക്ട്രോണുകളുടെ ചാർജും മാസും തമ്മിലുള്ള അനുപാതം, അതായത് ചാർജിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് ഇ എന്ന് പറയുന്നത്, മാസിനെ സൂചിപ്പിക്കുന്ന ലെറ്ററാണ് എം. സോ E/M റേഷ്യോ അനുപാതമാണ്. അത് കണ്ടെത്തിയത് ആരാണ്? J.J. തോംസൺ എന്ന് പറയുന്ന ശാസ്ത്രജ്ഞനാണ് എന്ത് ചെയ്തത്? നമ്മുടെ ഇലക്ട്രോണിന്റെ E/M ചാർജും മാസും തമ്മിലുള്ള അനുപാതം കണ്ടെത്തിയത്. ഓക്കെ.